ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്കൊരു നാടൻ കറിയാണ്. നല്ല തക്കാളിയും പരിപ്പും മാങ്ങയും പച്ചമാങ്ങ അതൊക്കെ ചേർത്തിട്ടുള്ള ഒരു അടിപൊളി സിമ്പിൾ കറി. വളരെ ടേസ്റ്റിയാണ്. നിങ്ങളിത് ട്രൈ ചെയ്യണം. ഇതിനായിട്ട് ഞാൻ ഒരു അരപ്പിടി നമ്മുടെ സാമ്പാർ പരിപ്പ് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് കുക്കറിലിട്ട് വിസിൽ വന്നുകൊണ്ടിരിക്കുന്നു. ഒരു 3, 4, 5 വിസിലായിക്കോട്ടെ, നന്നായിട്ട് വെന്ത് വരണം, അത്രേ ഉള്ളൂ. ഇനി അഥവാ നന്നായി വെന്തില്ലെങ്കിൽ കുഴപ്പമില്ല, ഒരു 4 വിസിൽ അത്ര ഇട്ടാൽ മതി. ഇതിന് നമ്മൾ 2, 3 തക്കാളി എടുക്കാം, 2, 3 പച്ചമുളക് എടുക്കാം. പിന്നെ മാങ്ങ ഒരുപാട് വേണ്ട, ഒരു പീസ് മതി. ഈ വലിയ ഒരു മാങ്ങ ഞാൻ കാണിച്ചെന്നേ ഉള്ളൂ, ഇതിൻ്റെ ഒരു കുറച്ച് എടുക്കുന്നുള്ളൂ. ഇത് വാഷ് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. നിങ്ങൾക്കറിയാം, കുറച്ച് പീസ് ഓഫ് മാങ്ങ എടുക്കുന്നുള്ളൂ. കാരണം തക്കാളിയിൽ ഓൾറെഡി പുളിയുണ്ട്, ഒരുപാട് പുളിയായിട്ട് കുളമാക്കണ്ട, ആവശ്യത്തിന് മതിയല്ല. ഇനി നമ്മുടെ പരിപ്പൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, കണ്ടോ, അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച നമ്മുടെ പച്ചക്കറി എന്ന് പറഞ്ഞാൽ ഒരുപാട് പച്ചക്കറിയൊന്നുമില്ല, ഈ മാങ്ങയും തക്കാളിയും പച്ചമുളകും, വേറെ ഒന്നുമില്ല കേട്ടോ. ഇതെല്ലാം ഒന്ന് ആഡ് ചെയ്യുക. ഇതിനൊരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് ഇടുക. വേറെ എന്താ പറയുക, വെള്ളമൊന്നും ഞാൻ വേറെ ആഡ് ചെയ്യുന്നില്ല. നമ്മുടെ ദാലിൽ ഓൾറെഡി വെള്ളം ഇപ്പോൾ ഉണ്ട്, അത് മതി. ഇനി നമ്മൾ വെള്ളം നമുക്ക് ഒരുപാടാവണ്ട, ആവശ്യത്തിന് നോക്കിയിട്ട് നമുക്കിതിൽ ആഡ് ചെയ്യാം. ഓക്കെ, ഇനി ഇത് നന്നായി യോജിപ്പിച്ച് ഒരു സ്പൂൺ പച്ചവെളിച്ചെണ്ണ കൂടി തൂക്കിയിട്ട് നമുക്കിത് കുക്കറിലിട്ട് ഒരു വിസിൽ വേണമെന്നില്ല. ശരിക്കും നമുക്ക് ഒരു വിസിലിട്ടിട്ട് വേണമെങ്കിൽ അതിൻ്റെ വിസിൽ കുറച്ച് കളയാം, ചിലപ്പോൾ അല്ലെങ്കിൽ വേവിച്ചെടുക്കാം. പക്ഷെ ഞാനൊരു വിസിലിടും, നന്നായിട്ടൊന്ന് വെന്ത് വരുന്നതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് എൻഹാൻസ് ചെയ്യണ പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓക്കെ, വിസിലും വന്നു. ഇതിനായിട്ട് നമുക്ക് ഒരു 4 സ്പൂൺ, അതായത് ഒരു അരമുറി തേങ്ങയുടെ അതിൻ്റെ ഒരു കാല് അത്ര തേങ്ങ മതിയായിരുന്നു. ഒരു 4 സ്പൂൺ തേങ്ങ, അത് നന്നായിട്ട് വെള്ളം ചേർത്ത് ചെറിയ മിക്സി ജാറിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. കുറച്ച് മതി തേങ്ങ, ഒരുപാടൊന്നും വേണ്ട. ഇത് തേങ്ങ കറിയല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് സിമ്പിളായിട്ടുള്ള ഒരു നാടൻ കറിയാണ്. അതിലേക്ക് ഒരു പേരിന് ഒരു തേങ്ങ കൂടി ആഡ് ചെയ്താൽ അതിൻ്റെ ഒരു ടേസ്റ്റ് എൻഹാൻസ് ചെയ്യാൻ, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് തേങ്ങ ഒരുപാടിട്ട് ഭയങ്കര കൊഴുപ്പുള്ള ഒരു കറിയൊന്നും ആക്കേണ്ട ആവശ്യമില്ല. നമുക്ക് സിമ്പിളായിട്ട് വളരെ ചെറിയ രീതിയിലൊക്കെ സാധനങ്ങൾ പിടിച്ചുകൊണ്ട് തന്നെ അടിപൊളിയായിട്ട് നമുക്ക് നല്ലൊരു കറി പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഈ അരച്ച തേങ്ങയും ചേർത്ത്, പിന്നെ എൻ്റെ കറിക്ക് എത്ര വെള്ളം വേണം അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അതൊക്കെ ചേർക്കുക, യോജിപ്പിക്കുക, ഉപ്പ് നോക്കുക. ഇത് നന്നായിട്ട് തിളച്ച് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പായ കടുകും കറിവേപ്പിലയും നല്ല പച്ചവെളിച്ചെണ്ണയിൽ നന്നായിട്ടൊന്ന് ടെമ്പർ ചെയ്തിട്ട് അതിലേക്ക് ചേർക്കാം. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള ഒരു കറിയാണ്. നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കുന്ന ഒരു വെജിറ്റബിൾ കറിയാണ്. പിന്നെ ഈ ചെറിയൊരു പുളിയൊക്കെ ഉള്ള ഒരു കറി ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക ടേസ്റ്റാവും. നിങ്ങളിത് ട്രൈ ചെയ്യണം. സത്യം പറഞ്ഞാൽ ഇതും എന്തെങ്കിലും ഒരു മീൻ വറുത്തത്, പണ്ടൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ ഇതും അതുപോലെ തന്നെ നമ്മുടെ കിളിമീനില്ലേ, ചെറിയ കിളിമീൻ, മഞ്ഞക്കോരാന്നും പറയും, ആ ഒരു മീൻ വറുത്തതും ഇതുണ്ടെങ്കിൽ നമുക്ക് എത്ര വേണമെങ്കിലും കഴിക്കാം. നല്ല ടേസ്റ്റാണ്. ഇതാണ് നമ്മുടെ സിമ്പിൾ നാടൻ പരിപ്പ് തക്കാളി മാങ്ങാക്കറി. ഡു ട്രൈ ആൻഡ് പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ബൈ.